ശ്രീ എൻ വി ബാലകൃഷ്ണൻ, മുഖ്യമന്ത്രിയാണ് സഭാനാഥൻ, മുഖ്യമന്ത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഭരിക്കുന്നത്. ആ വകുപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ കേരളത്തിൽ ഇപ്പോൾ അരങ്ങേറുന്നത്, അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് ഈ പറയുന്ന രമ ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി അവിടെ ഇല്ലാതിരിക്കുന്നത് യാദൃച്ഛികമാണോ? പ്രിയപ്പെട്ട വേണു, ഈ കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം കൂടി കാണേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പാർലമെൻറ്റിൽ ഈ മൂന്നാമത്തെ മോദി ഗവൺമെൻറ് വരുന്നതിനുള്ള 1ഉം 2ഉം പാർലമെൻറ്റുകളിൽ ലോക്സഭ ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രി ഹാജരാവാറില്ല. പലപ്പോഴും അദ്ദേഹം പാർലമെൻറ്റിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുക. ആ കാര്യത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് CPM. നമ്മുടെ പാർലമെന്ററി മര്യാദകളുടെ ഒരു ചരിത്രമൊക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. AKG പാർലമെന്റിൽ പ്രസംഗിക്കാൻ തുടങ്ങുന്ന സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു മറ്റെന്തൊക്കെ ജോലികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് ഓടി വന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം കേൾക്കാനിരിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞങ്ങൾ പാർട്ടി പ്രവർത്തകന്മാർ താഴെയുള്ള സഖാക്കളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട്. ഇതൊക്കെ ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മോദി എന്താണോ ചെയ്യുന്നത്, എങ്ങനെയാണോ മോദി പാർലമെന്റിനെ അവഗണിക്കുന്നത്, അതേ നിലപാടുകൾ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുമ്പോഴും അതിനെ റെജു ലൂക്കോസിനെ പോലുള്ളവർ ന്യായീകരിക്കാൻ ബാധ്യതപ്പെടുമ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. 2 കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് സമ്മതിക്കണം. ഒന്നുകിൽ KK രമയെ പോലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് നിയമസഭയ്ക്ക് എത്തിയിട്ടുള്ള ഒരാളെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രയാസമാണ്. ഒന്നുകിൽ അദ്ദേഹം പരമഭീരുവായിട്ടുള്ളൊരു മനുഷ്യനാണ്. ചന്ദ്രശേഖരന്റെ ഭാര്യയെ കാണാൻ, അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ, അവരുന്നയിക്കുന്ന പ്രശ്നങ്ങളോട് പ്രതികരിക്കാൻ എന്തെല്ലാമോ വൈകാരിക പ്രശ്നങ്ങൾ കൊണ്ടോ മറ്റെന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടോ ഇനിയിപ്പോൾ കുറ്റബോധമൊന്നും പിണറായി വിജയൻ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടൊക്കെയാണോ അദ്ദേഹം അതിനെ അഭിമുഖീകരിക്കാത്തത് എന്ന് തീർച്ചയായും നമ്മൾ സംശയിക്കണം. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ പാർലമെന്റിലാകെയുള്ള KK രമയോടുള്ള പിണറായി വിജയന്റെ സമീപനം നോക്കിയാൽ നമുക്കിത് മനസ്സിലാവും. ഒന്നുകിൽ അതാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ ഒരു സന്ദേശം കേരളത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ ചർച്ച ചെയ്താലും ശരി, മറ്റെന്തൊക്കെ കോലാഹലങ്ങൾ നടന്നാലും ശരി, ഞാൻ എൻ്റെ നിലപാടുകളിൽ ഒന്നും ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല. ശൈലി മാറ്റം പോയിട്ട് എന്തൊക്കെ ദാർഢ്യവും ധിക്കാരവും അതുപോലെ തുടങ്ങിയിട്ടുള്ള നിലപാടുകളാണോ താൻ ഇതുവരെ തുടർന്നു പോകുന്നത്, ആ നിലപാടുകളിൽ നിന്ന് അണികിട മാറാൻ ഞാൻ തയ്യാറല്ല. ഇതിൽ ഏതാണ് പിണറായി വിജയൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചർച്ച മാത്രമാണ് വേണ്ടത്.